നമസ്കാരം. ലയണൽ മെസ്സി ആരാധകർക്ക് നിരാശ. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും മാർച്ചിലെ വിൻഡോയിലും കേരളത്തിലേക്കില്ല. ഫൈനലിസിമ പോര് കൂടാതെ ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവലിന്റെ ഷെഡ്യൂൾ ഖത്തർ പ്രഖ്യാപിച്ചതോടെയാണ് കേരളത്തിലേക്ക് മാർച്ചിൽ മെസ്സിയും അർജന്റീന ടീമും എത്തില്ലെന്ന റിപ്പോർട്ടുകൾ ശക്തമായത്. മാർച്ച് 27-നും 31-നുമായി ഖത്തറിൽ 2 മത്സരങ്ങൾ അർജന്റീന കളിക്കും. 27-ന് ഫൈനലിസിമയിൽ സ്പെയിനുമായും 31-ന് ഖത്തറുമായി സൗഹൃദ മത്സരത്തിലും അർജന്റീന കളിക്കും. മാർച്ചിൽ അർജന്റീന ടീം കേരളത്തിൽ എത്തുമെന്നായിരുന്നു സ്പോൺസറുടെ അവകാശവാദം. 2025 നവംബറിൽ മെസ്സിയും ലോക കിരീടം നേടിയ അർജന്റീന ടീമും കേരളത്തിൽ വരുമെന്നാണ് സംസ്ഥാന കായിക മന്ത്രിയും സ്പോൺസറും അവകാശപ്പെട്ടിരുന്നത്. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ കളിപ്പിക്കാനായി നടന്ന ഒരു കാര്യങ്ങളും തീരുമാനങ്ങളും തങ്ങൾക്കറിയില്ല എന്നായിരുന്നു സംസ്ഥാന കായിക വകുപ്പിന്റെ പിന്നീടുള്ള നിലപാട്. മെസ്സിയെയും സംഘത്തെയും കേരളത്തിലെത്തിക്കാൻ സ്വകാര്യ TV ചാനൽ കമ്പനിയെ സർക്കാർ സ്പോൺസർഷിപ്പ് ഏൽപ്പിച്ചെങ്കിലും അതിനായി ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല എന്നും വിവരാവകാശ നിയമപ്രകാരം വകുപ്പ് വ്യക്തമാക്കി. 2025 ഒക്ടോബർ 25 മുതൽ കേരളത്തിൽ വെച്ച് നടക്കുന്ന അർജന്റീന ഓസ്ട്രേലിയ സൗഹൃദ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കാനിരിക്കെയായിരുന്നു മെസ്സിയും സംഘവും വരില്ലെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആൻഡോ അഗസ്റ്റിൻ സ്ഥിരീകരിച്ചത്. അർജന്റീന കേരളത്തിൽ കളിക്കാൻ എത്തുന്നതായി സർക്കാരിന് ഔദ്യോഗികമായി വിവരം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരാവകാശ ചോദ്യങ്ങൾക്ക് അത് സംബന്ധിച്ച വിവരം തങ്ങളുടെ പക്കൽ ലഭ്യമല്ല എന്നാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ മറുപടി. ഈ വിവരങ്ങൾ നൽകാനായി അപേക്ഷ കായിക മന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചുവെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ടീമിനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വകുപ്പ് 13 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകൾക്കായി കായിക മന്ത്രി വി അബ്ദുറഹിമാനും 2 ഉന്നത ഉദ്യോഗസ്ഥരും സ്പെയിനിൽ പോയ വകയിലായിരുന്നു ഈ ചെലവ്. കരാറിലെ വ്യവസ്ഥകളിൽ സ്പോൺസർമാരായ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വീഴ്ച വരുത്തിയതിനാൽ കഴിഞ്ഞ ഏപ്രിലിൽ 2 തവണ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്നാണ് വകുപ്പിലെ ഉന്നതർ അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ സ്പോൺസർഷിപ്പ് കരാർ ഇല്ലെന്നാണ് ഇപ്പോൾ വകുപ്പിന്റെ വിചിത്ര മറുപടി. അതേസമയം കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനും തമ്മിലാണ് ഫൈനലിസിമ മത്സരം. മാർച്ച് 27-ന് ലുസൈൽ സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പോര്. മാർച്ച് 26 മുതൽ 31 വരെയാണ് ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവൽ. ഈജിപ്ത്, സെർബിയ, സൗദി അറേബ്യ, പിന്നെ ആതിഥേയരായ ഖത്തർ എന്നീ രാജ്യങ്ങൾ ഫുട്ബോൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി കളിക്കും. മാർച്ച് 31-ന് ഖത്തറും അർജന്റീനയും തമ്മിലുള്ള സൗഹൃദ മത്സരത്തോടെയാണ് ഫുട്ബോൾ ഫെസ്റ്റിവലിന് സമാപനമാവുന്നത്. ലുസൈൽ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുക. മാർച്ചിന് ശേഷം രാജ്യാന്തര മത്സരങ്ങൾക്കുള്ള ഫിഫ വിൻഡോ ആരംഭിക്കുന്നത് ജൂൺ 1-നാണ്. ജൂൺ 9 വരെയാണ് ഈ വിൻഡോയിൽ രാജ്യങ്ങൾക്ക് സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഫിഫ ലോകകപ്പ് ആരംഭിക്കും. ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് ലോകകപ്പ്.